ഹലോ എവരിവൺ. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തസ്തികയാണ്. അപ്പം മുൻകാലങ്ങളിൽ പരീക്ഷ നടത്തി അത്യാവശ്യം നല്ല വേക്കൻസികളൊക്കെ വന്ന് ഉദ്യോഗത്തിന് കുട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സാം തന്നെയാണിത്. അപ്പോൾ ഇത് 427/2024 എന്ന കാറ്റഗറി കോഡോടുകൂടിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. അത് ബോത്ത് മെൻ ആൻഡ് വിമൻ, അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എഴുതാൻ സാധിക്കുന്ന ഒരു എക്സാമാണ്. ഈ അവസരത്തിൽ I+ പോലീസ് ഡ്രൈവറിൻ്റെ ഒരു പുതിയ കോഴ്സ് നിങ്ങൾക്കായി ലോഞ്ച് ചെയ്യുകയാണ്. മുൻവർഷങ്ങളിൽ അനവധി പരീക്ഷകൾക്ക് ഒരുപാട് വിജയികളെ സമ്മാനിച്ചിട്ടുള്ള, ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിച്ചിട്ടുള്ള I+ ഇത്തവണ നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു കോഴ്സിന് വളരെ ഇൻറ്റൻസീവായ കോച്ചിങ് നൽകിക്കൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ ട്രയൽ ക്ലാസ്സുകളുടെ ലിങ്ക് ഉണ്ടാവും, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടാകും, കാര്യങ്ങളുണ്ടാകും. നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കാറ്റഗറി കോഡ് നമ്മൾ പറഞ്ഞല്ലോ, 427/2024 എന്നാണ് കാറ്റഗറി കോഡ് വന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നാണ്. അപ്പോൾ ലേഡീസിനും എഴുതാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്, ടെസ്റ്റ് തന്നെയാണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 31,100 മുതൽ 66,800 വരെയുള്ള ജോയിനിങ്ങിൽ തന്നെ 31,100 സ്റ്റാർട്ടിംഗ് ബേസിക് പേയിൽ തുടങ്ങുന്ന ഒരു പോസ്റ്റാണ്. വളരെ നല്ല ആകർഷകമായ ഒരു സാലറിയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഈ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറയുമ്പോഴും നിലവിൽ ഒരു ബാച്ച്, അതായത് പോലീസ് ഡ്രൈവറുടെ ഒരു ബാച്ച് നിലവിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പുതിയൊരു കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പം നിലവിൽ ഉണ്ട്. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബോർഡ് എക്സാം ആണ്. ഏകദേശം 560ഓളം പേര് മെയിൻ ലിസ്റ്റിലും, മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിലാണ് കേട്ടോ. അതുപോലെ മൊത്തത്തിൽ, അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് 813 പേരുടെ ഷോർട്ട് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ അത്രയും വേക്കൻസികൾ ഏകദേശം ഒരു ധാരണ നമുക്ക് കണക്ക് കൂട്ടാം മുൻകാലം. അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് കണ്ടുകൊണ്ട് മറ്റു ടെൻഷനൊന്നും വേണ്ട. അത്യാവശ്യം വേക്കൻസികളൊക്കെ വരുന്ന ഒരു ടെസ്റ്റ് തന്നെയാണിത്. ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജനുവരി 1 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഏജ് ലിമിറ്റ് 20 മുതൽ 28 വയസ്സ് വരെയാണ്. നേരത്തെ സാധാരണ ടെസ്റ്റുകൾ എഴുതുന്നവർ 26 വയസ്സ് വരെ, യൂണിഫോം ടെസ്റ്റുകൾ സാധാരണ 26 വയസ്സ് വരെയാണ് നൽകാറ്. അപ്പോൾ അതുപോലെയല്ല, 28 വയസ്സ് വരെ നമുക്ക് ഈ ടെസ്റ്റ് എഴുതാൻ കഴിയും. അപ്പോൾ ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 1996 ജനുവരി 2 അല്ലേ, അത് മുതൽ 2004 ജനുവരി 1 വരെയുള്ള ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ്, 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തുകളുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായി പറയുന്നത്. അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. അത് വളരെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഹയർ സെക്കൻഡറി ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഹയർ സെക്കൻഡറി +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ്, തത്തുല്യമായ പരീക്ഷയോ പാസ്സായിട്ടുണ്ടാകും നിങ്ങൾ മിനിമം. ഓക്കെ, അതുപോലെ മസ്റ്റ് പൊസസ് കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ്. അതായത് വാലിഡ് ആയ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറുള്ള മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് LMVയുടെ, ഹെവി പാസഞ്ചർ വെഹിക്കിളും ഹെവി ഗുഡ്സ് വെഹിക്കിളും ഓടിക്കണം വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജുള്ള നിലവിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ ഇതിനുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, then proficiency in driving light motor vehicles or heavy passenger vehicles or heavy goods vehicles which is to be proved in a practical test conducted by Kerala Public Service Commission during the course of selection. അതായത് പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുന്ന ഒരു കൂട്ടത്തിൽ ഇതിനൊരു ഒരു ടെസ്റ്റ് ഉണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റ്. നമ്മുടെ ഡ്രൈവിംഗ് പ്രൊഫഷ്യൻസി തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ലൈസൻസ് ഉള്ള ഈ വാഹനങ്ങൾ ഓടിക്കാനുള്ള നമ്മുടെ പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, അത് കണ്ടക്ട് ചെയ്യുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയാമല്ലോ, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള ഒരു പരീക്ഷയാണ്. നമുക്കറിയാം യൂണിഫോം ടെസ്റ്റുകളാകുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റുകൾ ഉറപ്പായും ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുക. ഹൈറ്റ് മെയിലിന് 168 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. അതുപോലെ ഫീമെയിലിന് 157 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. സെപ്പറേറ്റ് ആണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്, ശ്രദ്ധിച്ചോളുക. അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സ് ആയ SC/ST വിഭാഗക്കാരുണ്ടെങ്കിൽ അവർക്ക് ഹൈറ്റിൽ റിഡക്ഷൻ ഉണ്ട്. 161 സെൻറ്റിമീറ്റർ ആണ് അവർക്ക് കൊടുത്തിരിക്കുന്ന റിലാക്സേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 എന്നുള്ളത് 151 സെൻറ്റിമീറ്റർ ആണ് SC/ST റിലാക്സേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ചെസ്റ്റ്
81 സെന്റിമീറ്ററിൽ കുറയാൻ പാടില്ല. അതായത് മെയിലിന് മാത്രമാണ് ചെസ്റ്റിന്റെ കണ്ടീഷൻ ഉള്ളത്. അത് 81 സെന്റിമീറ്റർ താഴെ കുറയാൻ പാടില്ല. അതുപോലെ SC/ST റിലാക്സിന് 76 സെന്റിമീറ്റർ വരെ ഓക്കെയാണ്. 76 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ സാധിക്കില്ല. അതുപോലെ മിനിമം എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ, അത് ജനറലും അതെ, അതുപോലെ SC/STക്ക് എല്ലാം എക്സ്പാൻഷൻ്റെ അകത്ത് യാതൊരു റിലാക്സേഷൻ രണ്ട് കൂട്ടർക്കും വ്യത്യാസമൊന്നുമില്ല. രണ്ട് കൂട്ടർക്കും 5 സെന്റിമീറ്റർ തന്നെയാണ് എക്സ്പാൻഷൻ വേണ്ടതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ മസ്റ്റ് ഹാവ് സൗണ്ട് ഹെൽത്ത് ആൻഡ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ആൻ അപ്പാരന്റ് ഫിസിക്കൽ ഡിഫക്ട്സ് ലൈക്ക് നോക്ക് നീ, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻസ്, ബോ ലെഗ്സ്, ഡിഫോംഡ് ലിംസ്, ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അപ്പോൾ ഈ പറയുന്ന വൈകല്യങ്ങളൊന്നും ഉണ്ടാകുന്ന വ്യക്തികളാകാൻ പാടില്ല. നമുക്കറിയാം ഡ്രൈവർ ടെസ്റ്റ് ആണ്, അപ്പോൾ അതിന് വേണ്ടുന്ന കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിലേക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഉള്ളവരെയൊന്നും ഈ ടെസ്റ്റിലേക്ക് പരിഗണിക്കുകയില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾ ഇതിനു വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് ഐസൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് പൊസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസസ്. സ്പെക്സ് ഉപയോഗിക്കാതെ ഈ പറയുന്ന കണ്ടീഷനിൽ കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഡിസ്റ്റന്റ് വിഷൻ 6/6 സ്നെല്ലും റൈറ്റ് രണ്ട് കണ്ണിലും 6/6 സ്നെല്ലനായിരിക്കണം. അതുപോലെ നിയർ വിഷൻ എന്ന് പറഞ്ഞാൽ 0.5 സ്നെല്ലനായിരിക്കണം. ഇത് സ്പെക്സ് ഉപയോഗിക്കാതെയുള്ള റീഡിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 8 ഐറ്റംസ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഫിസിക്കൽ, അതായത് സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടാകുന്ന പോലെ തന്നെ 8 ഐറ്റംസ് ഉണ്ടാവും. അതിൽ 5 ഐറ്റം പാസ്സായാൽ മാത്രമേ ഫിസിക്കൽ പാസ്സാവുകയുള്ളൂ. അതിന് കൃത്യമായൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനുള്ളിൽ പാസ്സായാൽ മതി. അല്ലാതെ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നവർക്ക് കൂടുതൽ മാർക്കുകളൊന്നുമില്ല, ജസ്റ്റ് പാസ് മാത്രം മതിയാകും. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 7 ഐറ്റം ഉണ്ടായിരിക്കും. 7 ഐറ്റത്തിൽ 5 ഐറ്റം പാസ്സാകണം എന്നുള്ളതാണ് കണ്ടീഷൻ, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ. അതൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ I+, നേരത്തെ പറഞ്ഞ പോലെ I+ നമുക്ക് പുതിയതായി നിങ്ങൾക്ക് വേണ്ടി ഈ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള കോഴ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. I+ന്റെ കോഴ്സുകളുടെ പ്രത്യേകത ഹൈ ക്വാളിറ്റി ക്ലാസ് ആൻഡ് നോട്ട്സ് ആയിരിക്കും. നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ മുൻകാലങ്ങളിൽ നല്ല റിസൾട്ടുകൾ നേടി നൽകിയ ക്ലാസ്സുകളാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ക്ലാസ് ആയിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സിന് ആക്സസ് ഉണ്ടാവും. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളൊക്കെ ഉണ്ടാകും. ഫുൾ സിലബസ് കവർ, നിങ്ങളുടെ സിലബസ്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡ്രൈവർ ടെസ്റ്റിൻ്റെ സിലബസ് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഈ പുതിയ പരീക്ഷയുടെ ഡേറ്റിനോടനുബന്ധിച്ച് തന്നെ പുതിയ പരീക്ഷയുടെ സിലബസും നിങ്ങൾക്ക് പുതുതായി PSC പബ്ലിഷ് ചെയ്യും. എന്നിരുന്നാൽ തന്നെയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സിലബസും കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും I+ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസുകൾ, നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാനുള്ള സെഷനുകളൊക്കെ നിങ്ങൾക്കുണ്ടാകും. thousands of MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ I+ന്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ടോപ്പ് റാങ്ക്സ് ഇൻ പ്രീവിയസ് എക്സാംസ്, വളരെ മികച്ച റാങ്കുകൾ, നമുക്ക് വളരെ മികച്ച റാങ്കുകൾ മുൻകാലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് അനവധി വിജയികളെ സമ്മാനിച്ചിട്ടുള്ള I+ന്റെ കോഴ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ, നിങ്ങൾക്ക് ഡെയിലി മോട്ടിവേഷനായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നിങ്ങൾ കൃത്യമായി ഗൈഡ് ചെയ്ത് നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ടീം തന്നെ I+ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ എത്രയും വേഗം തന്നെ നമ്മുടെ I+ന്റെ കോഴ്സുകളുമായി ജോയിൻ ചെയ്യൂ. ഈ ഒരു ടെസ്റ്റിന് വേണ്ടി കൃത്യമായ ഒരു സ്ട്രക്ചേർഡ് പഠിത്തം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. താങ്ക്